ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും JJ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഒരു പാസ്ത ഉണ്ടാക്കുന്നതാണ്. മക്രോണി പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 250 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഏകദേശം 1 ലിറ്ററോളം വെള്ളം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ടാണ് ഒഴിക്കേണ്ടത്. 1 ലിറ്ററോളം വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി പാസ്ത ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ആണ്. ഒരു ചെറിയ ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. അത് ഈ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ തിളച്ച ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 250 ഗ്രാം ഈ മാക്രോണി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് കുക്കായി വരണം. ഇത് അതുപോലെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പിടിക്കാൻ ചാൻസ് ഉണ്ട്, കൂട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണം. ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ, അത് നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മാക്രോണി പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തിളച്ച് ഞാനത് ഊറ്റി വെച്ചേക്കണാണ്, റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്നും ഒട്ടി പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് 7 തൊട്ട് 8 മിനിറ്റ് വരെയാണ് എടുത്തത് ഇത് റെഡിയായി വരാനായിട്ട്. അപ്പോൾ അത് ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ വേവ്. അപ്പോൾ ഇത് 7 തൊട്ട് 8 മിനിറ്റ് വരെയാണ് എടുത്തത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് ഞാനൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാൻ പാസ്തയിലേക്ക് ഇടാനുള്ള ബാക്കിയുള്ള മസാല റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു ചെറിയ വെളുത്തുള്ളി നന്നായിട്ട് കുഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞതാണ്, ചെറിയ വെളുത്തുള്ളി. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതായി വന്നാൽ മതി. അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാനൊരു ചെറിയ സവോള ചെറുതായിട്ട് ഇതുപോലെ ഒരുപാട് പൊടിയല്ല, എന്നാലും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ പച്ചമുളക് ഒരെണ്ണ എടുത്തുള്ളൂ. അത് നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ചെറിയ പച്ചമുളക് ഇടുന്നുണ്ട്. നമ്മുടെ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് ഒരു ക്യാപ്സിക്കാണ്, ചെറിയൊരു ക്യാപ്സിക്കം ക്യൂബ് സൈസിൽ അരിഞ്ഞതാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അവൈലബിലിറ്റി പോലെയുള്ള വെജിറ്റബിളൊക്കെ ചേർത്താൽ മതി, ഇന്നത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു 4-5 മഷ്റൂം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഷോർട്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കുറച്ച് വെക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഇടുന്ന സോസുകൾ ഇടാൻ പോകുന്നു. അതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചില്ലി സോസ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ സോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇച്ചിരി വേണം കൂട്ടിയൊക്കെ ഇടാം. എരി വേണമെങ്കിൽ നിങ്ങൾ പച്ചമുളക് ചേർക്കാതെ ഈ സോസ് മാത്രം ചേർത്താൽ മതി, അതായാലും നല്ലതായിട്ട് കിട്ടും. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരിതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് ഇഷ്ടമില്ലാത്ത ഏത് ആൾക്കാർക്കാണെങ്കിലും കഴിച്ച് നോക്കി ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ഇതിൽ കിടന്ന് റെഡിയായി വരുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്രീമാണ്. അതൊരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതിയേ. അതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ, നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഞാൻ ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുത്തേക്കണേ, 3 ടേബിൾ സ്പൂൺ. അത് ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മാക്രോണി പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാൻ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്രീമും ഈ ചീസും എല്ലാം കൂടി ആകുമ്പോൾ നല്ല സെറ്റാവും. ഇതൊന്നും ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല, കുറച്ചിട്ടാൽ മതി. ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വേണം. ഇതിപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇടാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയേക്കണം. അതേ കണ്ട സംഭവം ഇതുപോലെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളിയാണ്. നമുക്ക് ഈ റെഡിയായ ഈ മാക്രോണി പാസ്ത നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ക്രീമി ഈസി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മക്രോണി മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നല്ല സൂപ്പർ ടെക്സ്ചറിലും അടിപൊളി ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.